അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് ഇപ്പൊ പവിത്രന്റെ മൂന്ന് ടൈപ്പ് ജോണറുള്ള സിനിമയാണ്. ഈ കോമഡി ജോണർ ട്രൈ ചെയ്തപ്പോൾ കോമഡി ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഹ്യൂമർ അതുപോലെ ഞങ്ങളുടെ സൗഹൃദങ്ങൾ ഒത്തുചേരലൊക്കെ, കാരണം ഈ സിനിമയിൽ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടി തമാശ ഞാനും രാജേഷും തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ രാജേഷ് പൊതുവേ ഭയങ്കര മുരടനായിട്ടുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം വീട്ടിലും ഒക്കെ. പക്ഷേ അത് മുഴുവൻ പൊളിച്ചത് ഞാനാണ്. എൻ്റെ കൂടെ കൂടിയ ശേഷം ഞങ്ങൾ എഴുത്ത് തുടങ്ങിയിട്ട് ഇപ്പം ഇതിപ്പം 5 വർഷമായി. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം, അപ്പോൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തമാശകളും ഒരുപാട് ഞങ്ങൾ എഴുതിയിട്ടും അതിനകത്ത് നിന്ന് ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ എന്ന് വിചാരിച്ച് ഇതൊരു ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്ന, ഇപ്പൊ CID ന്യൂസ് പോലുള്ളൊരു സിനിമയൊന്നും അല്ല. ഒരു വളരെ രസകരമായിട്ട് ഇങ്ങനെ കണ്ടുപോകാവുന്ന, കാരണം പവിത്രൻ്റെതായിട്ടുള്ള ചില ശാഠ്യങ്ങളും ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ രസിച്ച് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് എവിടേക്കോ പവി നമ്മുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് എപ്പോഴും പ്രണയം, അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചാൽ പ്രണയം എന്നുള്ളതിനപ്പുറത്ത് സൗഹൃദമുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുന്ന ഒരുപാട് മൊമെന്റുകൾ, അങ്ങനെ ആ മൊമെന്റിലേക്ക് എത്തുന്നതൊക്കെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ ഇതും പോകും. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. തമാശ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. ഇനി അടുത്തതൊരു തമാശ പടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ആ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എല്ലാ പ്രേക്ഷകനാണ് അതിനകത്ത് ഇഷ്ടം വരേണ്ടത്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട 3 കഥകളാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത്. അല്ലാതെ ഓരോന്ന് ഇനി അടുത്തത് മാറിപ്പിടിക്കണം അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2ാമത് കമ്മിറ്റ് ചെയ്യുന്ന പടമാണിത് ചേട്ടനുമായിട്ട്. പക്ഷെ സംഭവിച്ചത് ഡിയർ ഫ്രണ്ടാണ്. കാരണം അതിനിടയിൽ കോവിഡ് വന്നപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ദിൽവേട്ടൻ ചോദിച്ചു, നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ OTTക്ക് വേണ്ടിയിട്ട് ചെയ്യാം, പക്ഷെ ഇത് OTT സിനിമയല്ല വിനീത്. അപ്പോൾ വിനീതിന് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിക്കൽ ഫിലിമാണ്. തിയേറ്ററിൽ തന്നെ ആളുകൾ അത് എൻജോയ് ചെയ്ത് കാണണം. ഒരു മാസ് ക്രൗഡിന് എൻജോയ് ആവുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് നമ്മൾ എൻ്റെ 3ാമത്തെ സിനിമയായിട്ട് ഇത് മാറുന്നത്. ആ കോവിഡ് ടൈമിലാണ് ഞാൻ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ളൊരു തമാശയാണ്, അല്ലാതെ ഞാൻ നിർബന്ധപൂർവ്വം തമാശ സിനിമ ചെയ്തതല്ല. കെയർടേക്കർ എന്നുള്ളൊരു ക്യാരക്ടറും ചെയ്യുന്നു, കഥാപാത്രം ചെയ്യുന്നു. ഇത്തരം ഒബ്സർവേഷൻ ഒരു ആക്ടർ എത്രത്തോളം ആ ആക്ടിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്? ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇയാൾ നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ്. നമ്മൾ പല സെക്യൂരിറ്റി ആളുകളെയും കെയർടേക്കേഴ്സിനെയൊക്കെ നമ്മൾ ദിവസം കാണുന്നുണ്ട്. അങ്ങനെ അവളുടെയൊക്കെ ഒബ്സർവ് ചെയ്തു എന്നല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ പിടിക്കാൻ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞുകുനം ചെയ്യുമ്പോൾ 5-6 വൈകല്യമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും, ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണ്. അതിന്റെ തീരുമാനമൊന്നും ആയിട്ടില്ല. എന്റർടൈനർ ആയിരിക്കും എന്തായാലും, ഞാനും പ്രതീക്ഷിക്കുന്നു.